നമസ്കാരം. നളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പിതൃമോക്ഷ പുണ്യം തേടി ആയിരക്കണക്കിന് വിശ്വാസികൾ തൃത്താല വെള്ളിയാങ്കല്ലിൽ ബലിതർപ്പണം നടത്തി. മൺമറഞ്ഞ പിതൃക്കളുടെ ഓർമ്മയിൽ പിതൃമോക്ഷ പുണ്യം തേടി ആയിരക്കണക്കിന് വിശ്വാസികൾ നിളാതീരത്തെ യജ്ഞേശ്വര ക്ഷേത്ര പരിസരത്ത് ബലിതർപ്പണം നടത്തി. പുലർച്ചെ 4 മണി മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. വെള്ളിയാങ്കല്ലെ യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. മണികണ്ഠൻ കുറുപ്പത്ത് കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകളുടെ ഭാഗമായി പ്രത്യേകം ഒരുക്കിയ ഹോമകുണ്ഠത്തിൽ തിലഹോമം, സായൂജ്യ പൂജ, മഹാഗണപതി ഹോമം എന്നിവയും ഉണ്ടായി. പ്രഭാത ഭക്ഷണവും ഭക്തർക്കായി ഉണ്ടായിരുന്നു. തൃത്താല പോലീസ്, ജില്ലാ ട്രോമ കെയർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിരുന്നു. മഴയില്ലാത്തതും ഭാരതപ്പുഴ നിറഞ്ഞൊഴുകാത്തതുമെല്ലാം ബലിയിടാനെത്തിയവർക്ക് ആശ്വാസമായി. 4000-ലേറെ വിശ്വാസികൾ ഇത്തവണ ബലിതർപ്പണത്തിനെത്തി. യജ്ഞേശ്വര ക്ഷേത്രത്തിന് പുറമെ ഭാരതപ്പുഴയുടെ മറ്റു കടവുകളിലും മണൽത്തിട്ടകളിലും നൂറുകണക്കിന് വിശ്വാസികൾ ബലിയിടാനെത്തിയിരുന്നു. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോരത്ത് ആയിരക്കണക്കിന് വിശ്വാസികൾ പിതൃതർപ്പണത്തിനായി എത്തി. പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. പട്ടാമ്പി ഭാരതപ്പുഴയത്തെ ആറാട്ടുകടവിലും ബലിതർപ്പണത്തിനായി വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത്. നൂറുകണക്കിന് വിശ്വാസികൾ ഇവിടെ എത്തി ബലിതർപ്പണം നടത്തി. ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ടാണ് ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കറുകെടുക്കുക, ഒരു കറുകെടുക്കുക, ജലത്തിൽ മുക്കുക, സിംഗിൾ പ്രതികൽപ്പത്തിൽ ചേർത്ത് പിടിച്ചു. ഓം ഗണപതിയെ നമ നടുഭാഗത്ത് വെച്ചോളൂ. ഇലയുടെ പ്രാർത്ഥന ചെയ്യുന്ന മുൻഭാഗത്തുള്ള വലിയ ഇലയുടെ നടുഭാഗത്ത് വയ്ക്കുക. 3 തവണ ജലം കൊടുക്കുക. ഗോം ഗണപതി ഗണപതി. അതിനുശേഷം ബാക്കിയുള്ള കറുക പൂർണ്ണമായിട്ട് എടുക്കുക. കറുക മാത്രം പൂർണ്ണമായിട്ട് എടുത്ത് കടഭാഗം താഴെ ഭാഗത്തേക്കും തലഭാഗം മുകൾ ഭാഗത്തേക്കും ആക്കി വെച്ചതിന് ശേഷം കൈകൊണ്ട് അത് ജലത്തിൽ മുക്കിയതിന് ശേഷം ഹൃദയകൽപ്പത്തിൽ ചേർത്ത് പിടിക്കുക. നമ്മളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ കൺകണ്ട ദൈവമായ എല്ലാമായ അമ്മ ദേഹം വിട്ടുപോയിരിക്കുന്നു. ആ പിതൃഭാഗത്തുള്ള അമ്മ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അമ്മയെ മനസ്സിൽ കാണിച്ചുകൊണ്ട് പിന്നെ അന്യേ ബാന്ധവാമൃത തിലോദകം ച പിണ്ഡം ച പിതൃണാം പരിദുഷ്ടയെ സമർപ്പയാമി. ലാസ്റ്റ് 3 ദിനമുണ്ട്. പക്ഷിമൃഗാദി വൃക്ഷണാദി ഉൾപ്പെടെയുള്ളവർക്കുള്ളതാണ്. ഓം ശബശ്ച വൃക്ഷാഹ ദൃഷ്ട്വാശ്ച അദൃഷ്ട്വാശ്ച ഹൃദോപകാരാഹ ജന്മാന്തരേ യേ. അതിനുശേഷം ചന്ദനാദി കർമ്മങ്ങളൊക്കെ തൊട്ട് ചന്ദന ഭസ്മ കുണ്ടുകൾ തൊട്ട് പിന്നെ അവിടെ ചെറിയ രീതിയിൽ ടിഫിനുണ്ട്, അത് കഴിക്കാം. എന്നിട്ട് മെല്ലെ പോയാൽ മതി. നമസ്കാരം. വിശ്വഹിന്ദു പരിഷത്ത് കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ഈ പുണ്യനദിയായിട്ടുള്ള ഭാരതപ്പുഴയുടെ തീരത്ത് പിതൃതർപ്പണത്തിൻ്റെ ഭാഗമായി എല്ലാ കർക്കിടക ആചരണവും നടത്തിയിരുന്നു. തികച്ചും എല്ലാ വിശ്വാസി സമൂഹത്തിനും തികച്ചും സൗജന്യമായിക്കൊണ്ട് തന്നെ എല്ലാവിധ പൂജാതി കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ പൂജാതി കർമ്മങ്ങൾ മാത്രമല്ല, അതോടുകൂടി പൂജ ചെയ്യുന്നതിനുള്ള പിതൃതർപ്പണം ചെയ്യുന്നതിനുള്ള വസ്തുക്കളും എല്ലാം സൗജന്യമായി കൊടുക്കുന്നു. അതേപോലെ തന്നെ വരുന്ന ആളുകൾക്ക് മുഴുവൻ ലഘുഭക്ഷണം കൊടുക്കുവാനും കഴിഞ്ഞ 10-20 വർഷമായിട്ട് വിശ്വഹിന്ദു പരിഷത്തിന്റെ. കർക്കിടകവാവിൽ പിതൃമോക്ഷം തേടി വിശ്വാസികൾ. ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങളിൽ ആയിരങ്ങൾ ബലിതർപ്പണത്തിനായി എത്തി. തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്ര കടവിലും വിശ്വാസികളുടെ തിരക്കുണ്ടായിരുന്നു. പിതൃമോക്ഷം തേടി കർക്കിടകവാവിൽ വിശ്വാസികൾ ഭാരതപ്പുഴയോരത്തെ സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണം നടത്തി. കർക്കിടകവാവിൽ ബലിതർപ്പണത്തിനായി ഭാരതപ്പുഴയോരത്തെ പ്രധാന സ്നാനഘട്ടങ്ങളിലെല്ലാം വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത്. തൃത്താല തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രക്കടവിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനായി എത്തിയത്. പുലർച്ചെ 4 മണി മുതൽ തന്നെ ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചു. പ്രമുഖ കാർമ്മികരുടെ നേതൃത്വത്തിലായിരുന്നു ബലിതർപ്പണത്തിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയത്. വിപുലമായ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. നിരവധി പേർ ഇവിടെ ബലിതർപ്പണം നടത്തി സായുജ്യമടഞ്ഞു. തിരുവനന്തപുരം അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ നമ്മൾ 3:30 മണിക്ക് ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി. ഒരു 3:45 കൂടിയിട്ട് ബലിതർപ്പണങ്ങൾ തുടങ്ങി. ഒരു 300 വീതം ആൾ വീതം ഒരു 3 ട്രിപ്പിൽ 900 ആൾ ഒരു ട്രിപ്പിൽ ബലിയിട്ട് പോകുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണത്തെക്കാൾ കാലാവസ്ഥ നല്ല അനുകൂലമായതുകൊണ്ട്
നമുക്ക് നല്ല തിരക്കാണ് വരുന്നത്. കഴിഞ്ഞ കൊല്ലത്തേക്കാളൊക്കെ ആളുണ്ട്. പിന്നെ ആരോഗ്യവകുപ്പ്, പോലീസ്, മറ്റുള്ള ഫയർഫോഴ്സ്, മറ്റുള്ള സന്നദ്ധ സംഘടനകൾ എല്ലാവരും സഹായത്തോടു കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിയുന്നുണ്ട്. വരുന്നവർക്കൊക്കെ നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. പുഴയിൽ അധികം വെള്ളമില്ലാത്തതുകൊണ്ട് കുളിച്ചു പോകാൻ പറ്റുന്നു എന്നുള്ളത് ആൾക്കാർക്കൊരു വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. പിന്നെ വന്നവർക്കെല്ലാം നമ്മൾ പ്രഭാത ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ ഇതുവരെ നടന്നിട്ടുണ്ട്. കൂടുതൽ തിരക്കുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി നഗരസഭയിലെ പന്തയ്ക്കൽ പറമ്പ് റോഡുകളുടെ തകർച്ചയ്ക്കെതിരെ പ്രതിഷേധവുമായി BJP രംഗത്ത്. റോഡിലെ കുഴികളിൽ വാഴകൾ നട്ടായിരുന്നു പ്രതിഷേധം. जय बोलो भारत माता, जय बोलो भारत माता, जय बोलो भारत माता, जय बोलो बीजेपी, प्रतिषेधम 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 बीजेपीയുടെ പ്രതിഷേധം, बीजेपीയുടെ പ്രതിഷേധം, बीजेपीയുടെ പ്രതിഷേധം, बीजेपीയുടെ പ്രതിഷേധം. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെല്ലാം, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെല്ലാം, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെല്ലാം, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെല്ലാം ഉടൻ നന്നാക്കുക, ഉടൻ നന്നാക്കുക. പട്ടാമ്പി നഗരസഭയിലെ 26-ാം ഡിവിഷനിൽ ഉൾപ്പെടുന്ന പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പന്തക്കൽ പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് BJP രംഗത്തിറങ്ങിയത്. പാടെ തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ്. ഏറെക്കാലമായി ടാറിംഗ് പ്രവൃത്തികൾ ഈ റോഡിൽ നടത്തിയിട്ട് കുട്ടികളടക്കമുള്ളവർ സഞ്ചരിക്കുന്ന പാതയാണ്. ഈ റോഡിനോട് അധികൃതർ അവഗണന കാണിക്കുകയാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. റോഡിലെ കുഴികളിൽ നട്ട വാഴകളിൽ നഗരസഭയുടെയും MLAയുടെയും കൗൺസിലറുടെയും എല്ലാം പേരുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പട്ടാമ്പി പന്തക്കൽ പറമ്പ് പ്രദേശത്തുള്ള ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലൂടെ പോകുന്ന പട്ടാമ്പി ക്ഷേത്രത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഹോസ്പിറ്റലിലേക്കും പോകുന്ന ഒരു ബൈപ്പാസ് റോഡാണ്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് 10-15 വർഷങ്ങളായി. അനവധി കുട്ടികൾ ഈ വഴിയിലൂടെ പോകുന്നു. ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസുകൾ പോകുന്നു. നഗരസഭയുടെ ഭാഗത്തുനിന്നോ വാർഡ് മെമ്പറുടെ ഭാഗത്തുനിന്നോ ഈ പ്രദേശത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് നഗരസഭ ഒരു വിലയും നൽകുന്നില്ല. എത്രയും വേഗം ഈ റോഡ് റീടാർ ചെയ്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഈ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. മേലെ പട്ടാമ്പിയിൽ നിന്നും താലൂക്ക് ആശുപത്രിയിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും നിരവധി പേർ ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പാത അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ആവശ്യം. ഏകദേശം ഒരു 15 വർഷത്തോളമായിട്ടുണ്ടാവും ഈ റോഡ് റീടാറിങ്ങും ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ശോചനീയ അവസ്ഥയാണ്. വികസനം വരണ്ട എന്നൊന്നും പറയുന്നില്ല, വികസനം വരണം. പക്ഷേ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വികസനം വരുമ്പോൾ അത് നാട്ടുകാർക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറു കുട്ടികളടക്കം ഓട്ടോറിക്ഷകളിലും സ്കൂൾ വാനുകളിലുമായിട്ട് സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു റോഡാണ്. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിന് കാണാതെ ഇരിക്കുന്നത് നമ്മളെ കൗൺസിലറും നമ്മളെ ചെയർമാനും ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് നമ്മളെ MLAയുമാണ്. അപ്പോൾ ഇതിന് ഉടനടി ഒരു പരിഹാരം കാണണമെന്നാണ് BJP പന്തക്കൽ ആവശ്യപ്പെടുന്നത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നമ്മുടെ കൗൺസിലർക്ക് പ്രതിഷേധിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും, പ്രതിഷേധിക്കാൻ മനസ്സ് വരുന്നില്ല എന്നുണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ കൂടൂ. പ്രതിഷേധിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടാം. ഞങ്ങളുടെ കൂടെ വന്നാൽ പ്രതിഷേധിക്കാൻ ഞങ്ങളും കൂടെ ഉണ്ടാവും. കൂടെ നമ്മുടെ ഈ റോഡിന്റെ തുടക്കം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിന്റെ ഒരു വർക്ക് നടന്നിരിക്കുന്നത് ഒരു അശാസ്ത്രീയമായ രീതിയിലാണ്. വളരെ ഉയരം കൂടിയും കാര്യങ്ങളുമാണ്. കൂടാതെ നമ്മളെ പന്തക്കൽ റോഡിന് നോക്കുമ്പോൾ അവിടുത്തെ അവസ്ഥയും വളരെ ശോചനീയകരമാണ്. പിന്നെ തെരുവുനായ ശല്യം വളരെ കൂടുതലാണ് ഈ ഏരിയയിൽ. ഇതിനെല്ലാം ഒരു ഉടൻ പരിഹാരം കാണണമെന്നാണ് BJP മണ്ഡലം പ്രസിഡന്റ് സുരേഷ്, മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് പ്രമോദ്, ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണപ്രദീപ്, ജനറൽ സെക്രട്ടറി സഞ്ജയൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു നഗരസഭയാണ് പട്ടാമ്പി നഗരസഭ. ഒരു വർഷത്തിൽ വലിയൊരു എമൗണ്ടാണ് ജനങ്ങളുടെ തന്നെ ടാക്സായി മാത്രം പട്ടാമ്പി നഗരസഭയ്ക്ക് ലഭിക്കുന്നത്. ഈ കിട്ടുന്ന നികുതി പണം യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഉപയോഗിക്കാണ്ട് തോന്നിയ പോലെ നഗരസഭ ചെലവാക്കുകയാണ്. ജനങ്ങളുടെ ഒരു അടിസ്ഥാന സൗകര്യത്തിനും ഈ ഫണ്ട് നഗരസഭ ഉപയോഗിക്കുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങളായ റോഡും കുടിവെള്ളവും പട്ടാമ്പിയിലെ 29 വാർഡുകളിലും നമുക്ക് നോക്കിയാൽ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. വാർത്തയിലേക്ക്. കൊടിയ വിശപ്പിന്റെ സഹിക്കാനാവാത്ത വേദനയിൽ തെരുവുനായുടെ പച്ചയിറച്ചി തിന്നേണ്ടി വന്ന മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിന് ഒടുവിൽ ആശ്വാസതീരം. ദിവസങ്ങളോളം പട്ടിണി കിടന്ന തെരുവിൽ അലഞ്ഞ യുവാവിനെ തൃത്താലയിലെ മാധ്യമപ്രവർത്തകരുടെ സമയബന്ധിതമായ ഇടപെടലിലൂടെ കുമരനെല്ലൂരിലെ സ്നേഹാലയം ചാരിറ്റബിൾ ഹോമിൽ സുരക്ഷിതമായി എത്തിച്ചു.
കഴിഞ്ഞ ദിവസങ്ങളിൽ കുന്നംകുളം കേച്ചേരി റോഡരികിൽ വെച്ച് ഈ യുവാവ് തെരുവുനായയുടെ പച്ച ഇറച്ചി കഴിക്കുന്ന ദൃശ്യങ്ങൾ വഴിയാത്രക്കാർ പകർത്തിയിരുന്നു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും വൻ പ്രചരണം നേടുകയും ചെയ്തെങ്കിലും ആ കാഴ്ച കണ്ട് സഹതാപം പ്രകടിപ്പിക്കാനല്ലാതെ ഈ മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം നൽകാനോ സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റാനോ ആരും മുന്നോട്ട് വന്നില്ല എന്നത് നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയുടെ നേർചിത്രമായിരുന്നു. എന്നാൽ ബുധനാഴ്ച രാവിലെയോടെ തൃത്താല മേഴത്തൂർ റോഡിലൂടെ അവശനിലയിൽ നടന്നു പോവുകയായിരുന്ന യുവാവ് കൂറ്റനാട് പ്രസ് ക്ലബ് സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ, മാധ്യമപ്രവർത്തകൻ ശിവപ്രസാദ് തൃത്താല എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ദിവസങ്ങളായി ആഹാരമൊന്നും കഴിക്കാതെ പൂർണ്ണമായും മെലിഞ്ഞുണങ്ങി തളർന്ന അവസ്ഥയിലായിരുന്നു ഇയാൾ. നിമിഷനേരം പോലും കളയാതെ ഇരുവരും ചേർന്ന് യുവാവിനെ മേഴത്തൂർ സെന്ററിലെത്തിച്ച് ഭക്ഷണവും കുടിവെള്ളവും നൽകി. തുടർന്ന് വിവരം തൃത്താല പോലീസിനെ അറിയിച്ചു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഇയാൾക്ക് വീണ്ടും ഭക്ഷണം വാങ്ങി നൽകി. യുവാവിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞെങ്കിലും ഓർമ്മശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു ഇയാൾ. ചില സമയങ്ങളിൽ വിനീത് എന്നാണ് പേരെന്ന് പറയുന്നത് ഒഴിച്ചാൽ വീടോ നാടോ മറ്റു വിവരങ്ങളോ ഓർത്തെടുക്കാൻ ഇയാൾക്ക് സാധിക്കുന്നില്ല. കാഴ്ചയിൽ 30-നും 35-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന യുവാവ് അനുഭവിച്ച കടുത്ത പട്ടിണിയാണ് ആ ക്രൂരമായ കാഴ്ചയിലേക്ക് എത്തിച്ചതെന്ന് വ്യക്തം. ഉടൻ തന്നെ ആംബുലൻസ് വരുത്തി പോലീസിന്റെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ യുവാവിനെ തൃത്താല കുമരനെല്ലൂരിലുള്ള സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് മാറ്റി. സംസ്ഥാനത്തെ ആദ്യ ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലൊന്നെന്ന വിശേഷണത്തോടെ നിർമ്മിച്ച ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ഹൈടെക് ബസ് സ്റ്റോപ്പ് വർഷങ്ങളായി തകർന്ന നിലയിൽ. സ്കൂളിന് മുന്നിലെ ഹൈമാസ്റ്റ് ലൈറ്റും മാസങ്ങളായി പ്രവർത്തനരഹിതമായതോടെ പ്രദേശം രാത്രിയിൽ ഇരുട്ടിലാണ്. ആദ്യകാലങ്ങളിൽ ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നതിനെ തുടർന്ന് 2015-16 സാമ്പത്തിക വർഷത്തിൽ അന്നത്തെ MLA VT ബൽറാമിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്മൈൽ തൃത്താല പദ്ധതിയുടെ ഭാഗമായാണ് ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. റേഡിയോ, വൈഫൈ, FM, സോളാർ ലൈറ്റുകൾ, പുസ്തകശാല തുടങ്ങിയ സൗകര്യങ്ങളോടെയായിരുന്നു നിർമ്മാണം. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തിനകം തന്നെ പല സംവിധാനങ്ങളും തകരാറിലായി. 2019 ജൂൺ 20-ന് നെയിം ബോർഡും തകർന്നു. നിലവിൽ ഇരിപ്പിടങ്ങൾ, മേൽക്കൂര, സീലിംഗ് എന്നിവയും കേടായ നിലയിലാണ്. ബസ് സ്റ്റോപ്പിന് ചുറ്റും കാട് കയറിയതോടെ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ഇവിടെ കാത്തുനിൽക്കാനും പ്രയാസമാണ്. മഴക്കാലത്ത് സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും സമീപത്തെ കടത്തിണ്ണകളെയാണ് ആശ്രയിക്കുന്നത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, LP, UP വിഭാഗങ്ങളിലായി പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 3000-ലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇതിൽ വലിയൊരു വിഭാഗം ബസ് സ്റ്റോപ്പിനെ ആശ്രയിക്കുന്നവരാണ്. മുൻ MLA MP രാജേഷിന്റെ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിനു മുന്നിൽ കഴിഞ്ഞ വർഷം സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റും മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പൊതു സംവിധാനങ്ങൾ അധികൃതരുടെ അവഗണനയിൽ നശിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഹൈമാസ്റ്റ് ലൈറ്റും അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കണമെന്ന് നാട്ടുകാരും വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടു. തകർന്ന ബസ് സ്റ്റോപ്പ് പുനർനിർമ്മിക്കുന്നതിന് 2025-26 വാർഷിക പദ്ധതിയിൽ തുക അനുവദിച്ചിട്ടുണ്ടെന്നും ഫണ്ട് ലഭിക്കുന്ന പക്ഷം അടുത്ത 2 മാസത്തിനകം കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി പറഞ്ഞു. പ്രവർത്തനരഹിതമായ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ വിഷയം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.